അജന്ത എല്ലോറ കേവ്സ് കാണാൻ പോയിട്ടുണ്ട്. ഇതിനും പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നമ്മൾ അതുവരെയുള്ളൊരു മനുഷ്യനല്ല നിർമ്മിച്ചതെന്നൊരു തോന്നലുണ്ട്. എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. വിവരം കെട്ട മനുഷ്യരാണ് അത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് മനസ്സിലായി. കാരണം ഒരൊറ്റ ഒരു ആദ്യത്തെ ഗുഹയ്ക്കകത്ത് ചരിഞ്ഞ് കിടക്കുന്ന അയാളെ തന്നെയാണ് 21 ഗുഹയ്ക്കകത്തും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വിവരമുള്ളവന് ഒരുത്തനാണെങ്കിൽ വേറെ മാറ്റി ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കാൻ പോലും അറിഞ്ഞൂടെ. ഇയാൾ പിന്നെ മനുഷ്യനുണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ ഒക്കത്തുള്ളൂ. എന്ത് പെർഫെക്ഷനാ? ചുമ്മാ വെറുതെ പറയാതെ അത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ പോകത്തില്ലേ? ചുമ്മാ പറയാതെ ഒരു പെർഫെക്ഷനും ഇല്ല. ആകെ ഉള്ളത് സാൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടായ പാറയായതുകൊണ്ടാണ് അതിനകത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലാതെ പെർഫെക്ഷൻ്റെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഈ കഴുതകൾ എന്താണ് കൈലാസം ഇതിനെപ്പറ്റി RSകാരുണ്ടാക്കുന്ന കഥയാണ് താൻ പറയുന്നത്. അത് മോളിൽ നിന്ന് അന്ന് ഇവിടുത്തെ എന്താണ് പാറപ്പുറത്ത് വന്നു അവനൊന്ന് കൊത്തി കാണിക്കാൻ പറ. അപ്പോൾ അത് ആ പാറയ്ക്ക് പൊത്താൻ വെക്കുന്നത് അത്രയേ ഉള്ളൂ. സാൻഡ് സ്റ്റോൺ എന്ന് പറയുന്നതിനകത്ത് മാത്രമേ അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ. ഉള്ളതിനനുസരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത്, അല്ലാതെ അത് മഹത്തായ പെർഫെക്ഷൻ ആയതുകൊണ്ടൊന്നുമല്ല. അത് മുഴുവൻ പൊടിഞ്ഞും പോവും. കാരണം വായുവിനകത്ത് എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ സാൻഡ് സ്റ്റോൺ മുഴുവൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇയാൾ പുരിയിൽ പോയാൽ മതി. അവിടെ പുരിയിലെ സൂര്യക്ഷേത്രമുണ്ട്. അത് മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി അതെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട്. കാര്യമുണ്ട് ഇതേ സാൻഡ് സ്റ്റോൺ തന്നെയാണത്. അപ്പോൾ ഈ ആ പാറയ്ക്കകത്ത് മനുഷ്യരുണ്ടാക്കാതെ പിന്നെ ലോകത്തൊരു രൂപം ഉണ്ടാകാനത്തില്ല. അത് മനുഷ്യരുടെ കൂട്ടുള്ള രൂപങ്ങളല്ലേ അതിനകത്തുള്ളത്. എടോ അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ഡൈനോസോറസിൻ്റെ പടം ഉണ്ടാക്കി വയ്ക്കാത്തത്? ഇതൊക്കെ നമ്മളിത് വെറുതെ പറഞ്ഞാൽ മതിയോ? നമുക്ക് തന്നെ കാണണോ? അവിടെ മനുഷ്യരെ പോലെ മനുഷ്യനായതുകൊണ്ടാണ് അത്തരത്തിലുള്ള രൂപങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അല്ല മനുഷ്യൻ രൂപങ്ങളല്ലേ 80%. ഒറ്റക്കല്ല് എന്ന കല്ലല്ലത്. കല്ലിനകത്ത് വെണ്ണക്കല്ല് എന്ന് പറയുന്നതും എന്താണ് കളിമണ്ണെന്ന് പറയുന്നതൊക്കെ ഉറച്ചിരിക്കുന്നത് മാർബിളിനകത്ത് ഇരിക്കുന്ന പോലെ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ കരിങ്കല്ലെല്ലാം ഉണ്ടാക്കുമ്പോൾ കരിങ്കല്ല് പൊട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടയിലേ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ കരിങ്കല്ലിലോട്ട് അകത്തോട്ട് കൊത്താനൊക്കത്തില്ല. അതിനുള്ള ആയുധം അപ്പോൾ ഇല്ല. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല ഡ്രില്ലർ ഒക്കെ ഉണ്ട്. ഡ്രില്ലൊക്കെ വെച്ചിട്ട് ഇപ്പം നമുക്ക് അതുപോലത്തെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പ്യൂട്ടർ വെച്ച് ഡിസൈൻ ചെയ്തിട്ട് ഡ്രില്ലിനോട് പറഞ്ഞാൽ ആ ഡ്രില്ല് അതുപോലെ ചെയ്തു തരും. അത് കരിമ്പാറയാലും ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷേ അന്നത്തെ കാലത്ത് അതുപോലത്തെ പാറ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അജന്തയിലും എല്ലോറയിലും മാത്രം അതുണ്ടാക്കി വേറെ എങ്ങും ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നത്. എവിടൊക്കെയാണോ ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് അതിനകത്തൊന്നും ഉണ്ടായ സാൻഡ് സ്റ്റോൺ ഉണ്ടായിട്ട് മാത്രമേ ആൾക്കാർ അകത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. അകത്തുള്ളൂ. അല്ല ഒറ്റക്കല്ലിലുണ്ടാക്കിയ മഹത്തായ അറിവൊന്നുമല്ല. അതിന് പറ്റുന്ന തരത്തിൽ വേണം. ഇയാൾ എത്ര വിചാരിച്ചാലും വേണ്ട ഇവിടുത്തെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ മുഴുവൻ വെച്ചിരുന്ന അക്കേഷ്യയില്ലേ, അത് വെച്ചിട്ടൊന്ന് ഫർണിച്ചർ ഉണ്ടാക്കാൻ നോക്കിയാൽ മതി. ഇഞ്ച വേലായി പോകും. നമ്മളെന്തുകൊണ്ടാണ് ഈട്ടിത്തടിയിൽ ഉണ്ടാക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ തേക്ക് തടിയിൽ ഉണ്ടാക്കാൻ നോക്കുന്നത്? അതിന് എണ്ണയുണ്ട്, അതിന് കാതലുണ്ട്, അതേലേ നടക്കുകയുള്ളൂ. ആനക്കൊമ്പയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, മറ്റതിലുണ്ടാക്കാതിരിക്കുന്നത്? ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണോ ലഭ്യമായിരിക്കുന്നതിനകത്ത് നടത്തുന്ന എക്സർസൈസസ് ആണ്, അല്ലാതെ അത്ഭുതകരമായി ഒന്നും അതിനകത്ത് എവിടെങ്ങും ഇരിപ്പില്ല. വിവരമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ അത്ഭുതപ്പെടാനൊക്കത്തുള്ളൂ. ലോകത്തിലെ ഏത് മാജിക് കണ്ടാലും അത്ഭുതം തോന്നും. നമുക്കത് എങ്ങനെയാണ് ചെയ്യാനെന്ന് പറഞ്ഞുകൂടാക്കി. അങ്ങനെയാണ് അത്ഭുതം കൂറുന്നത് വിവരമില്ലായ്മ കൊണ്ട് മാത്രമാണ്. വിവരമില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ് പ്രപഞ്ചം മുഴുവൻ, എല്ലാ അത്ഭുതമാണ്.